Hello all, welcome to video lecture Hashing. It's a part of data structure paper. Why hashing? I mean, what's the need of hashing എന്നാണ് ഈ സ്ലൈഡിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഹാഷിംഗിന്റെ നീഡിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച പല സെർച്ചിങ് മെത്തേഡ്സിലോട്ട് ആദ്യം ഒന്ന് നോക്കാം. Linear searching has a running time proportional to order of n. Linear searching complexity order of n ആണ്. Binary search takes time proportional to order of log n, whereas binary search in the complexity നോക്കുമ്പോൾ order of log n ആണ്. And n is a number of elements in the array. Arrayയിലെ number of elements ആണ് ഈ order of n ലെയും order of log n ലെയും n എന്ന് പറഞ്ഞാൽ. Binary search and BSTs are efficient algorithms to search for an element. ഒരു element searchingന്റെ best algorithms എന്ന് പറയുന്നത് binary searchും BSTയും ആണ്. So why hashing എന്നാണ് next പറയാൻ പോകുന്നത്. But if you want to perform the search operation in time proportional to order of 1, what should we do? നമുക്ക് order of n times spend ചെയ്യാൻ വയ്യ. Order of log n complexityയും നമുക്ക് withstand ചെയ്യാൻ വയ്യ. So we need some searching operation which could perform searching in one search. അതായത് complexity order of 1. Order notation വെച്ച് represent ചെയ്യുമ്പോൾ order of 1 time proportional ആയിട്ട് ഒരു search operation നടത്തണം എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ലീനിയർ സെർച്ച് പറ്റില്ല, ബൈനറി സെർച്ച് പറ്റില്ല, BST അൽഗോരിതംസ് പറ്റില്ല. ആ സിറ്റുവേഷനിലാണ് we are going for hashing. Searching time proportional to order of 1 ആയിട്ട് ചെയ്യാനാണ് hashing ചെയ്യുന്നത്. So the solution 1 നോക്കൂ, ഇവിടെ key of 0 എപ്പോഴും 0th location employee record with employee ID 0. Key of 1 employee record with employee ID. ഇങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യാം. അതായത് എംപ്ലോയി ID 0 ആണെങ്കിൽ ആ ഡേറ്റ 0th ലൊക്കേഷനിലാണെന്ന് അറിയാം. എംപ്ലോയി ID 1 ആണെങ്കിൽ അത് 1 എന്ന ലൊക്കേഷനിലാണെന്ന് അറിയാം. എംപ്ലോയി ID 2 ആണെങ്കിൽ അത് 2 എന്ന ലൊക്കേഷനിലാണ് അറിയാമെങ്കിൽ സെർച്ചിങ് ഈസി അല്ലേ? ആലോചിച്ച് നോക്കൂ. എംപ്ലോയി ID 5 എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് കീ നോക്കിയാൽ മതി? കീ is equal to 5 നോക്കിയാൽ മതി. എംപ്ലോയി ID 10 ആണെങ്കിൽ കീ is equal to 10 നോക്കിയാൽ മതി. സോ ആ 10 എന്ന ലൊക്കേഷനിൽ ആ എംപ്ലോയിയുടെ റെക്കോർഡ് ഉണ്ടാവും. സെർച്ചിങ് വിത്ത് വൺ സെർച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. Again, എംപ്ലോയി ID 000 ആണെങ്കിൽ കീ 000 ആണ്. നമ്മൾ 0th ലൊക്കേഷൻ പറയുന്നു. n ആണെങ്കിൽ nth ലൊക്കേഷൻ. അതുപോലെ എംപ്ലോയി ID 999998 ആണെങ്കിൽ again കീ എന്താണ്? 999998 ആണ്. ലൊക്കേഷൻ 99998. അപ്പൊ ഇവിടെയും എംപ്ലോയി ഐഡിനെ ബേസ് ചെയ്താണ് ഇൻഡെക്സ് ലൊക്കേഷൻസ് വരുന്നത്. അവിടെയും സെർച്ചിങ് വിത്ത് എ സിംഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. For hashing, we use a data structure called hash tables. We'll see what is hash table now. Hash table is a data structure in which keys are mapped to array positions by a hash function. Hash table എന്നുള്ളത് array, tree, linked list പോലത്തെ ഒരു data structure ആണ്. ഈ data structureന്റെ സ്പെഷ്യാലിറ്റി keys are mapped to array positions. കീനെ ഒരു പൊസിഷനിലേക്ക് മാപ്പ് ചെയ്തിരിക്കുകയാണ്. ആ മാപ്പിംഗ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷന്റെ ഹെൽപ്പോടെയാണ്. ആ ഫംഗ്ഷന് ഹാഷ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. A value stored in hash table can be searched in order of 1 time by using a hash function which generates an address from the key. And value ഒരു hash table സ്റ്റോർ ചെയ്യണം. hash table means ഒരു data structure ആണ്. values സ്റ്റോർ ചെയ്യാനാണ് hash table യൂസ് ചെയ്യുന്നത്. ഈ hash table യൂസ് ചെയ്താലുള്ള ഗുണം എന്താ? നമുക്ക് സെർച്ചിങ് ഓർഡർ ഓഫ് 1 ടൈമിൽ ചെയ്യാൻ പറ്റും. അപ്പൊ സെർച്ചിങ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹാഷ് ഫംഗ്ഷൻ തന്നെയാണ്. കീ ജനറേഷനും ഹാഷ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഹാഷ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ it will generate an address. കീനെ ബേസ് ചെയ്തിട്ട് ഒരു അഡ്രസ് ജനറേറ്റ് ചെയ്യും. ആ അഡ്രസ് ലൊക്കേഷനിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ ഉണ്ടാകും എന്നാണ് പറയുന്നത്. In a hash table, an element with key k is stored at index location h of k, not k.
കീ വാല്യൂ k ആണെങ്കിൽ ഹാഷ് ടേബിളിൽ ആ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ആ കീ വെച്ചൊരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ആ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതാണ് h of k എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ h of k എന്ന ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടും. ആ ഇൻഡെക്സ് ലൊക്കേഷനിലായിരിക്കും ആ എലമെന്റ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക. It means that hash function h is used to calculate the index at which the element with key k is stored. ഒരു ഹാഷ് ഫംഗ്ഷന്റെ ഹെൽപ്പോടെയാണ് കീ കെയിലെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുക. ഹാഷ് ഫംഗ്ഷൻ h അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ h of k, കീ ആണ് കീ എങ്കിൽ h of k എന്ന് പറഞ്ഞ ഹാഷ് ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടും. ആ ഇൻഡെക്സ് ലൊക്കേഷനിലായിരിക്കും ആ എലമെന്റ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക. The process of mapping keys to corresponding locations in hash table is called hashing. ഈ ചെയ്യുന്ന പ്രോസസ്സിനെ കീസിനെ ഒരു അപ്രോപ്രിയേറ്റ് ലൊക്കേഷൻ ആയിട്ട് മാപ്പ് ചെയ്യുന്നു with the help of hash function. ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡേറ്റ സ്റ്റോർ ഒരു പെർട്ടിക്കുലർ ഡേറ്റ സ്ട്രക്ചറിലാണ്. ആ ഡേറ്റ സ്ട്രക്ചറിന്റെ പേരാണ് ഹാഷ് ടേബിൾ. ആ ഡേറ്റ സ്ട്രക്ചറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേര് ഹാഷ് ഫംഗ്ഷൻ. And the process in the പേരാണ് hashing. So, in this diagram, a direct relationship between key and index and array is shown. ഇവിടെ keys ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Universe of keys. Universe of keys n number of keys ഉണ്ടാവും. Actual keys means നമ്മൾ യൂസ് ചെയ്യുന്ന keys. കൊണ്ട് ഓരോ keysനും corresponding ആയിട്ട് ഓരോ ലൊക്കേഷൻ നമുക്ക് കിട്ടുകയാണ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. ഇപ്പൊ കീ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ ഡേറ്റ ഇത് മാപ്പ് ചെയ്തിരിക്കുന്ന ഈ ലൊക്കേഷനിലാണ് ഉണ്ടാവുക. കീ വാല്യൂ 3 ആണെങ്കിൽ ഡേറ്റ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലാണ് ഉണ്ടാവുക. അങ്ങനെ ഓരോ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ലൊക്കേഷൻ നമുക്ക് ഹാഷ് ടേബിളിൽ കിട്ടും. ആ ലൊക്കേഷനിലായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ആ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. Then relationship between keys and hash table index. ഓരോ കീക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഹാഷ് ടേബിളിൽ ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷനിലാണ് ഡേറ്റ സ്റ്റോർ ആകുക. ഇനി ഇവിടെയും ഒരു പ്രോബ്ലം ഉണ്ടാകാം. സി ദ കീ k2 ആൻഡ് k6. k2ലും k6ലും നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടോ അത് രണ്ടും എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഡെക്സ് ലൊക്കേഷൻ സെയിം 3 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം കീ k2 ആണെങ്കിലും കീ k6 ആണെങ്കിലും ഡേറ്റ ഒരേ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം എന്നല്ലേ ഇതിന്റെ മീനിങ്. ഇങ്ങനെ വരുന്ന ഒരു കോൺഫ്ലിക്റ്റിനെയാണ് കൊലീഷൻ എന്ന് പറയുന്നത്. അതായത് കീസ് k2 ആൻഡ് k6 പോയിന്റ് ടു ദ സെയിം ലൊക്കേഷൻ. നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ അത് രണ്ടും സെയിം ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനെയാണ് കൊലീഷൻ എന്ന് പറയുന്നത്. Then what is hash function? A hash function is a mathematical formula which when applied to a key produces an integer which can be used as index for the key in the hash table. Hash function എന്നുള്ളത് ഒരു mathematical formula. ഈ mathematical formula നമ്മൾ കീയിൽ അപ്ലൈ ചെയ്യും. കീയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു integer നമ്പർ ആണ്. ആ integer നമ്പർ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഹാഷ് ടേബിളിലെ ഒരു ഇൻഡെക്സ് ലൊക്കേഷനെയാണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുല കീ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടും ഹാഷ് ടേബിളില്. ആ ഇൻഡെക്സ് ലൊക്കേഷനിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ ഹാഷ് ഫംഗ്ഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ഒരു കീ അപ്ലൈ ചെയ്യും. And when we apply key to this mathematical formula, we get an integer value as result. Integer value result ആയിട്ട് കിട്ടുമ്പോൾ what does that integer value mean? Integer value എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഹാഷ് ടേബിളിലെ ഇൻഡെക്സ് ലൊക്കേഷൻ ആണ്. സോ ആ പെർട്ടിക്കുലർ ഇൻഡെക്സ് ലൊക്കേഷനിലാണ് ഈ കീ മാപ്പ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ആ ഇൻഡെക്സ് ലൊക്കേഷനിലാണ് നമ്മൾ നമ്മളുടെ എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. The main aim of hash function is that elements should be relatively, randomly and uniformly distributed. Relatively, randomly and uniformly elements in a distribute ആണ് hash function main aim.
It produces a unique set of integers with some suitable range in order to reduce the number of collisions. Collisions നമുക്ക് reduce ചെയ്യണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി hash function apply ചെയ്യുമ്പോൾ നമുക്ക് unique set of integers കിട്ടണം. Same integer value കിട്ടിയോണ്ട് ഗുണമില്ല. Unique set of integers കിട്ടണം. അതേപോലെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലെയും കിട്ടണം. അതായത് നമ്മളുടെ മെമ്മറിനെ ഡിപ്പെൻഡ് ചെയ്ത് മെമ്മറി അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹാഷ് ടേബിളിന്റെ ഇൻഡെക്സ് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള യുണീക് വാല്യൂ ആണ് കിട്ടേണ്ടത്. Then what are the properties of a good hash function? It should be of low cost. Hash function എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. അത് എക്സിക്യൂട്ട് ചെയ്യൽ അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ആയിട്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. കോംപ്ലെക്സ് ഫംഗ്ഷൻ ആകുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടും. അതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. The cost of executing a hash function must be small. Determinism. This means that hash value must be generated for a given input value. ഒരു ഇൻപുട്ട് വാല്യൂവിന് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റണം? ഒരു ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. Next is uniformity. A good hash function must map keys as evenly as possible over its output range, and it should minimize the collision. Hash function apply ചെയ്യുമ്പോൾ keysനെ യൂണിഫോം ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റണം. ഒരു റേഞ്ചിൽ യൂണിഫോം ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ റേഞ്ച് ഞാൻ 1 to 100 ആണെങ്കിൽ ആ 1നും 100നും ഉള്ള ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും ഈ ഹാഷ് ഫംഗ്ഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടണം. അല്ലാതെ 1 to 10 മാത്രം കിട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ 20 to 30 മാത്രം കിട്ടിയോണ്ടോ ഗുണമില്ല. ആ ഒരു റേഞ്ചിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം വാല്യൂസ്. എന്നാൽ മാത്രമാണ് കൊലീഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റുക. Now, what are the different hash functions? കുറച്ച് well-known hash functions ആണ് ഇവിടെ പറയുന്നത്. Division method, multiplication method, med square method, folding method. ഈ നാലുമാണ് കുറച്ച് important ആയിട്ടുള്ള hash functions. We'll see division method. It is a more simple method of hashing an integer x. X എന്ന value hash table store ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു hash function ആണ് division method. ഒരു simple method ആണ്. The method divides x by m and then uses remainder obtained. X നെ m എന്ന് പറഞ്ഞ x എന്ന ഇന്റീജറിനെ m എന്ന ഒരു ഇന്റീജർ വെച്ച് ഡിവൈഡ് ചെയ്യും. അതിന്റെ റിമൈൻഡർ ആണ് നമ്മൾ ഇവിടെ ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോർമുല എങ്ങനെയാണ് വരിക? ഹാഷ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരിക. h of x means x mod m. x എന്ന ഇന്റീജറിനെ m വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് കൺസിഡർ ചെയ്യുക. Extra cash should be taken to select a suitable value of m. m choose ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അതാണ് പറയുന്നത്. അതായത് x എന്നൊരു ഇന്റീജർ എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ഹാഷ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്? എക്സിനെ m എന്ന ഇന്റീജർ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഹാഷ് ടേബിളിലെ ഇൻഡെക്സ് ലൊക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. Calculate the hash values key 1234 and 5462. M97 ആണെങ്കിൽ h of 1234 എന്നുള്ളത് എന്താണ്? 1234 mod 97. 97 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഇവിടെ ആൻസർ 70 ആണ്. അപ്പൊ ഹാഷ് ടേബിളിലെ 70 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ലൊക്കേഷനിലാണ് നമ്മൾ ഈ 1234 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇതിന്റെ മീനിങ്. ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടി. ഈ ഒരു ഇൻഡെക്സ് ലൊക്കേഷനിലാണ് നമ്മൾ ഈ 1234 എന്ന് പറഞ്ഞ കീ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് 5642 എവിടെയാണ് സ്റ്റോർ ചെയ്യുക? അവിടെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. 5642 mod 97. അപ്പൊ നമുക്ക് 16 എന്ന ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടി. ആ ഒരു ഇൻഡെക്സ് ലൊക്കേഷനിലാണ് 5642 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ് hash function using division method. Problems with division method. Suppose m is an even number. നമ്മൾ choose ചെയ്ത m ഒരു even number ആണ് കൺസിഡർ ചെയ്യാം. അപ്പൊ h of x is even if x is even. x even ആവുമ്പോൾ h of x ഒരു even number ആവും. കാരണം x mod m ആണ് ചെയ്യുന്നത്. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞാൽ റിമൈൻഡർ ഒരു even number ആണ് കിട്ടുക. Then x ഒരു odd number ആണെങ്കിൽ h of x എന്തായിട്ട് വരും? odd number ആയിട്ട് വരും. ഇതൊരു പ്രോബ്ലം ആണ്. If all possible keys are equiprobable, then this is not a problem. ഇനി എല്ലാ keysഉം ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പോലെയാണ് keys എങ്കിൽ ഈ പ്രശ്നമില്ല. But if even keys are more likely than odd keys,
then division method will not spread the hashed value uniformly. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന കീസിൽ ഈവൻ കീസ് ആണ് കൂടുതലെങ്കിൽ ഈ ഒരു ഹാഷ് ടേബിളിൽ യൂണിഫോംലി ആകില്ല കീസ് സ്പ്രെഡ് ആവുക, അല്ലെങ്കിൽ ഹാഷ് ടേബിളിലെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഹാഷ് ഇൻഡെക്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകില്ല എന്നാണ് പറയുന്നത്. ഇത് ഒരേപോലെ, അതായത് ഓഡും ഈവൻ നമ്പേഴ്സും എല്ലാം ഉണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. ബട്ട് അല്ലാത്ത സിറ്റുവേഷനിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. Solution to the above problem. It is best to choose m to be a prime number. m ഒരു prime number ആകാണ് best. അതിന്റെ reason ആണ് പറയുന്നത്. Making m a prime number increases the likelihood that keys are mapped with uniformity in the output range of values. Keysനെ uniformly ഒന്ന് map ചെയ്യാൻ വേണ്ടി m prime number ആകാണ് നല്ലത്. m should also be not too close to the exact power of 2. Exact power of 2 നോട് close ആകരുത് m എന്നുള്ളതാണ് next solution പറയുന്നത്. If we have h of x equal to x mod 2 raised to k, അതായത് ഒരു exact power of 2 നോട് close ആണ് m എന്ന് consider ചെയ്യാം. Then the function will simply extract the lowest k bits of the binary representation of x. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ റിസൾട്ട് കിട്ടുക ലോവസ്റ്റ് k ബിറ്റ്സിന്റെ വാല്യൂ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നോണമാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ അപ്പോഴും ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എക്സാക്ട് പവർ ഓഫ് 2 ആകാതിരിക്കാനും എമ്മിന്റെ വാല്യൂ എക്സാക്ട് പവർ ഓഫ് 2 നോട് ക്ലോസർ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. Division method. Consecutive keys map to consecutive hash values. Consecutive keys എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? Consecutive hash values, consecutive index values നോടാണ് മാപ്പ് ചെയ്യുക. This may lead to degradation in performance. ഇത് ആ മൊത്തം ഹാഷ് ഫംഗ്ഷനിങ് എന്നതിന്റെ പെർഫോമൻസിനെ ഡിഗ്രേഡ് ചെയ്യും. Multiplication method. Step 1. Choose a constant a between 0 to 1. 0ക്കും 1നും ഇടയിലുള്ള ഒരു constant a choose ചെയ്യുക. Step 2. Multiply key k with a. യുടെ കൂടെ ഒരു key, നമുക്ക് ഏത് key ആണോ ഹാഷ് ടേബിളിൽ സ്റ്റോർ ചെയ്യേണ്ടത് ആ കീനെ എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. Extract the fractional part of a, ka. ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് എക്സ്ട്രാക്ട് ചെയ്യണം. 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പർ ആവുമ്പോൾ ഇതൊരു ഡെസിമൽ നമ്പർ ആയിരിക്കും. അപ്പൊ അത് കീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ ആണ് കിട്ടുക. അതിലെ ഫ്രാക്ഷണൽ പാർട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. Multiply the result of step 3 by the size of hash table m. നമുക്കിനി കിട്ടുന്ന ആൻസറിനെ ഹാഷ് ടേബിളിന്റെ സൈസിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. തേർഡ് സ്റ്റെപ്പില് ഫ്രാക്ഷണൽ പാർട്ട് എക്സ്ട്രാക്ട് ചെയ്തു. ആ ഫ്രാക്ഷണൽ പാർട്ടിനെ സൈസ് ഓഫ് ഹാഷ് ടേബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് ഫോർമുല വരുന്നത്. We will choose a value a between 0 and 1. കീനെയും എനെയും മൾട്ടിപ്ലൈ ചെയ്യും. കീനെയും എനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നത് ka mod 1 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷണൽ പാർട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ka mod 1 എന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ആ കിട്ടുന്ന റിസൾട്ടിനെ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. m എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇന്റൈസേഴ്സ് ഇൻ ദ ഹാഷ് ടേബിൾ അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ഹാഷ് ടേബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ka mod 1 gives the fractional part of ka, already പറഞ്ഞിരുന്നു. And m is the total number of integers in the hash table. ഇതാണ് multiplication method in the steps. The greatest advantage of this multiplication method is that it works practically with any value of a. ഏത് value വെച്ചിട്ട് നന്നായിട്ട് work ചെയ്യും. But the algorithm works better with some values. കുറച്ച് optimal values വെച്ച് ഇത് നന്നായിട്ട് work ചെയ്യും. Kunth has suggested the best choice of a. അതുകൊണ്ട് തന്നെ Kunth എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് എക്ക് വേണ്ടി ഒരു ബെസ്റ്റ് വാല്യൂ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. And the suggested value is given here. Square root of 5 minus 1 by 2. ഈ ഒരു വാല്യൂ ആണ് ബെസ്റ്റ് വാല്യൂ ഓഫ് എ ആയിട്ട് Kunth സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാല്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ അൽഗോരിതം ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് Kunth's suggestion. An example. Here in the example, the hash table size is 1000
and we want to map the key 1, 2, 3, 4, 5. We will see how it is done. See, A യുടെ value choose ചെയ്തിരിക്കുന്നത് 0.618033 ആണ്. Size of hash table M എന്ന് പറയുന്നത് 1000 ആണ്. Key 1, 2, 3, 4, 5 ആണ്. ആദ്യം key into A എന്ന multiplication ചെയ്യണം. Then ആ result mode 1 ചെയ്താൽ ഇതിലെ fractional part extract ചെയ്യാൻ പറ്റും. ഇതാണ് fractional part. ഇനി കിട്ടുന്ന fractional partനെ size of table കൊണ്ട് multiply ചെയ്യുക. അപ്പോൾ 1000 into ഈ fractional part ചെയ്യുമ്പോൾ നമുക്ക് 617 into 385. Then ചെയ്യുന്നൊരു floor operation ആണ്. അതായത് ഇതിന്റെ nearest integerലേക്ക് റൗണ്ട് ചെയ്യണം. ഹാഷ് ടേബിളിന്റെ ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി നിയറസ്റ്റ് ഇന്റീജറിലേക്ക് റൗണ്ട് ചെയ്യുന്നു. അതാണ് പിന്നെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിമ്പിൾ ഫോർമുലയിൽ യൂസ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ചെയ്യാനാണ്. അതായത് നിയറസ്റ്റ് ഇന്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്ന ആൻസറിന്. Now mid-square method. Mid-square methodന്റെ steps: square the value of key, that is find k square. Then extract middle or digits of the result obtained in step 1. ഇതിനു ശേഷം കീനെ നമ്മൾ സ്ക്വയർ ചെയ്യും. അതായത് കീ സ്ക്വയർ കിട്ടും. അതിലെ മിഡിൽ ഓർ ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. We'll see an example. Keys for 1, 2, 3, 4, 5, 6, 4, 2 ചെയ്യണം. ഹാഷ് ടേബിളിന്റെ സൈസ് 100 ആണ്. നമ്മളിപ്പോൾ ഹാഷ് ടേബിളിന്റെ സൈസ് 100 ആണെങ്കിൽ ഇന്റൈസ് 0 to 99 വരെയാണ് വരിക. സോ നമുക്ക് കീ ചൂസ് ചെയ്യാൻ വേണ്ടി 2 ഡിജിറ്റ് നമ്പേഴ്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. r equal to 2. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന മിഡിൽ മോസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. r equal to 2 മീൻസ് 2 ഡിജിറ്റ്സ് ആണ് മിഡിൽ നിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ 1, 2, 3, 4 കീ ആണെങ്കിൽ ആദ്യം കീ സ്ക്വയർ കാണണം. ദെൻ ഇതിലെ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ഈ നമ്പറിലെ മിഡിൽ മോസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. മിഡിൽ മോസ്റ്റ് 2 ഡിജിറ്റ്സ് ഏതാണ് വരിക? 2ഉം 7ഉം ആണ് വരിക. അതുകൊണ്ടാണ് കീ 27 എന്ന് വന്നത്. സിമിലർലി 5, 6, 4, 2 ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്തപ്പോൾ ഈ ആൻസർ കിട്ടി. മിഡിൽ മോസ്റ്റ് എടുത്തപ്പോൾ എന്ത് കിട്ടി? 21 കിട്ടി. മെത്തേഡ് is folding method. Divide the key value into number of parts. കീനെ നമ്മൾ number of parts ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. Divide key k into parts k1, k2, etc. kn. Where each part has same number of digits except the last part. അതായത് ഇപ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് k1, k2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് k1ൽ 2 ഡിജിറ്റ് വേണം, k2ലും 2 ഡിജിറ്റ് വേണം. അല്ലെങ്കിൽ കീ ഒരു 7 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് k1, k2, k3, k4 എന്നൊരു ഡിവൈഡ് ചെയ്യാം. അപ്പൊ k1ൽ 2 ഡിജിറ്റ്, k2ൽ 2 ഡിജിറ്റ്, k3ൽ 2 ഡിജിറ്റ്, k4ൽ ആ സമയം 1 ഡിജിറ്റ്. അതാണ് ലാസ്റ്റ് പാർട്ടിൽ എപ്പോഴും ലെസർ ഡിജിറ്റ്സ് ആവാം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2, add the individual parts. ഇനി k1, k2, k3, k4, etc. kn വരെ ആഡ് ചെയ്യാം. And what is the hash value? Hash value is produced by obtaining the last carry. Last carry ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് കിട്ടുന്നതാണ് ഹാഷ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഹാഷ് ടേബിൾ കൺസിഡർ ചെയ്യുക വിത്ത് 100 ലൊക്കേഷൻസ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡ് വെച്ച് ഈ 3 കീസിന്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് സി കീസ് 5, 6, 7, 8 ആണെങ്കിൽ നമ്മൾ അതിനെ 5, 6ഉം 7, 8ഉമായിട്ട് 2 കീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഈ 2 പാർട്ട് ആഡ് ചെയ്തു 1, 3, 4. ഇവിടുത്തെ ലാസ്റ്റ് ക്യാരി ചെയ്ത 134 ആണെങ്കിൽ ലാസ്റ്റ് ക്യാരി 100 മെമ്മറി ലൊക്കേഷൻസേ ഉള്ളൂ. സോ ലാസ്റ്റ് ക്യാരി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 1 ആണ്. 1നെ ഇഗ്നോർ ചെയ്തു. സോ 34 is the hash value. Then 321 അതിനെ 2 കീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 ആണ് ഫസ്റ്റ് കീ, k1, 1 ആണ് സെക്കൻഡ് കീ. ആഡ് ചെയ്തപ്പോൾ 33 കിട്ടി. അപ്പൊ ഹാഷ് വാല്യൂ ആയിട്ട് 33 ചൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ലാസ്റ്റ് ക്യാരി ഇഗ്നോർ ചെയ്യാത്തതിന്റെ റീസൺ കാരണം നമുക്ക് 100 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. 0 to 99 വരെയുള്ള ഏത് വാല്യൂം ചൂസ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ 3 സെറ്റ് k1, k2 ആൻഡ് k3 സെപ്പറേറ്റ് ചെയ്തു, ആഡ് ചെയ്തു, 97 കിട്ടി. അപ്പൊ ഇവിടെയും ലാസ്റ്റ് ക്യാരി അങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ക്യാരി ഇഗ്നോർ ചെയ്യേണ്ട കേസിൽ ഇഗ്നോർ ചെയ്യാം. 3 ഡിജിറ്റ് നമ്പർ ഒക്കെ കിട്ടുകയാണെങ്കിൽ, മെമ്മറി ലൊക്കേഷൻസ് അത്രയില്ല, 3 ഡിജിറ്റ് നമ്പർ ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ ലാസ്റ്റ് ക്യാരിനെ ഇഗ്നോർ ചെയ്യണം. This is how folding method works. In this video, what is hashing, what is hash table, what is hash function,
and 4 important hash functions are covered. Thank you for watching.